അവഞ്ചേഴ്സ് ഡൂംസ്ഡേ സൂപ്പർ ഹീറോ ഫാൻസ് എല്ലാവരും തന്നെ ഒന്നടങ്കം വെയിറ്റ് ചെയ്യുന്ന MCUവിന്റെ അടുത്ത സിനിമ അവഞ്ചേഴ്സ് എക്സ്മാൻ ഫെന്റാസ്റ്റിക് ഫോർ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ടീംസിനോടൊപ്പം തന്നെ വില്ലനായ ഡോക്ടർ ഡൂമായി സാക്ഷാൽ റോബർട്ട് ഡൗണി ജൂനിയർ. ഇത്രയധികം കാരണങ്ങൾ മാത്രം മതി ഈ ഒരു മൂവിക്ക് വേണ്ടി വളരെയധികം നമ്മൾ വെയിറ്റ് ചെയ്യുവാൻ. എന്നാൽ മൾട്ടിവേഴ്സിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് സൂപ്പർ ഹീറോസ് ഈ ഒരു മൂവിയിൽ മരണപ്പെടുമെന്ന് ഓൾറെഡി കൺഫേംഡ് ആണ്. ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സും ഇതിനു മുമ്പ് തന്നെ MCUവിൽ മരണപ്പെടുന്നത് നമ്മൾ കണ്ടുന്നത് തന്നെ. എന്നാൽ അടുത്തായി വരാനിരിക്കുന്ന ഈ ഒരു ഡൂംസ്ഡേ മൂവിയിൽ നമ്മൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്ത ഒട്ടനേകം ക്യാരക്ടേഴ്സിന്റെ മരണം സംഭവിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയിൽ മരണപ്പെടുവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ആദ്യം തന്നെ ഈ ഒരു മൂവിയിൽ മരണപ്പെടുവാൻ സാധ്യതയുള്ള സൂപ്പർ ഹീറോസുകളെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാപ്റ്റൻ അമേരിക്ക അഥവാ സ്റ്റീവ് റോജേഴ്സ്. എന്തുവാടെ എൻ ഗെയിമിന് ശേഷം പുള്ളിയെ തിരിച്ചൊന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, അതിനു മുമ്പേ കൊന്നു കളയുമോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ വലിയൊരു സാധ്യത തന്നെ ഉണ്ടെന്ന് പറയേണ്ടി വരും. നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും, ഓൾറെഡി ലീക്കായി വന്നിട്ടുണ്ടായിരുന്ന സാന്റിയാഗോ കോമിക് കോണിൽ കാണിച്ചിട്ടുമുണ്ടായിരുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സെക്കൻഡ് ട്രെയിലറിൽ നിങ്ങളിൽ പലരും ജീവിക്കുന്നത് മറ്റാരുടെയൊക്കെയോ ജീവിതമാണെന്ന് ഡോക്ടർ ഡൂം പറഞ്ഞിരുന്നതാണ്. മോസ്റ്റ് പ്രോബബ്ലി അത് ഇവിടെ ക്യാപ്റ്റൻ അമേരിക്കയെ തന്നെ ആയിരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം റീസെന്റ് വന്നിട്ടുള്ള ഏറ്റവും വലിയ റൂമർ തന്നെയാണ് ഇൻഫിനിറ്റി സ്റ്റോൺസുകൾ റിട്ടേൺ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റൻ അമേരിക്ക പിന്നീട് ലോക്കിയുടെ സഹായത്തോടു കൂടി ഫെന്റാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിലേക്ക് വരികയും അത് ട്രിഗർ ചെയ്ത് തന്നെയാണ് ഇൻവേർഷന് കാരണമാവുകയും ചെയ്യുന്നത് എന്ന്. എക്സ്മാൻ യൂണിവേഴ്സിൽ ഇപ്പോൾ മോണിക്കോ റാംബോ ഉള്ളത് മറ്റൊരു കാരണമാണ് എക്സ്മാൻ യൂണിവേഴ്സുമായിട്ട് ഇവ കൊളൈഡ് ചെയ്യുന്നതിന്. എന്തായാലും സ്റ്റീവ് റോജേഴ്സിന്റെ ഈ ഒരു വരവ് കാരണം തന്നെ ആയിരിക്കണം ഡോക്ടർ ഡൂമിന് താൻ ആഗ്രഹിച്ചിരുന്ന ലൈഫ് നഷ്ടപ്പെടുകയും പിന്നീട് ഒരു വില്ലനായി തീരുകയും ചെയ്തതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ശരി ചെയ്യുവാനായി ഒടുവിൽ സ്റ്റീവ് റോജേഴ്സ് തന്നെ സ്വയം സാക്രിഫൈസ് ചെയ്ത് ഡൂമിനെ ഡിഫീറ്റ് ചെയ്യുവാനായി ഹെൽപ്പ് ചെയ്യണം. അല്ലെങ്കിൽ സീക്രട്ട് വാർസിൽ ഈ ഒരു ക്യാരക്ടർ ഡൂമിനെതിരായി നിൽക്കുകയും പിന്നീട് അവിടെ മരണപ്പെടുവാനും സാധ്യതകളേറെ. എന്തായാലും ഈ ഒരു ക്യാരക്ടറുടെ ഡെത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് മാർവൽ ഫാൻസിന് വളരെ വലിയ ഷോക്കിംഗ് മൊമെന്റ് തന്നെയാണ് ഉണ്ടാക്കാനിരിക്കുന്നത്. തോറുമായി ഡൂം നടത്തുന്ന 1-on-1 നമ്മൾ ഓൾറെഡി ഈ ഒരു ട്രെയിലറിൽ കണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ സിവിൽ വാർ മൂവിയുടെ ആ ഒരു സെയിം സ്റ്റൈലിൽ തന്നെ RDJ vs ക്രിസ് ഇവാൻസ് ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ഫാൻ ഫേവറേറ്റ് മൊമെന്റ് തന്നെയായിരിക്കും ഉണ്ടാക്കുക. രണ്ടാമതായി നമ്മുടെ ഈ ഒരു പട്ടികയിലുള്ള എക്സ്മാൻ ടീം മെമ്പേഴ്സ്. ഓൾറെഡി യൂണിവേഴ്സുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന ടൈമിൽ തങ്ങളുടെ യൂണിവേഴ്സിനെ രക്ഷിക്കുവാൻ വേണ്ടി എക്സ്മാൻ മറ്റൊരു എൻറ്റയർ വേൾഡിനെ നശിപ്പിക്കുമെന്നുള്ള തിയറികൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ്. അതിന്റെ ഒരു കൊളാറ്ററൽ ഡാമേജ് ആയി ഒരുപാട് എക്സ്മാൻ ടീം മെമ്പേഴ്സ് മരണപ്പെടുകയും ചെയ്യാം. അതുപോലെ തന്നെ ഡോക്ടർ ഡൂമുമായിട്ടുള്ള ഫൈറ്റിനിടയിലും ഒരുപാട് ഡെത്തുകൾക്കും സാധ്യതകളേറെ. സ്ട്രോങ് റൂമേഴ്സ് ഉള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, മഗ്നീറ്റോ വെസസ് ഡോക്ടർ ഡൂം ഫൈറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം മൂവിയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെ ലീക്ക് ആയപ്പോൾ പുറത്തു വന്നിരുന്നതാണ്. മാർവൽ അത് ചേഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ഡെത്ത് സംഭവിക്കാം. അതുപോലെ തന്നെ മഗ്നീറ്റോ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഇവാൻ മെക്കല്ലൻ എൻഡിയർ ന്യൂജേഴ്സിയെ ഈ ഒരു ഒറ്റ മൂവിയിൽ ഞാൻ നശിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുമുണ്ട്. രണ്ടാമതായി എക്സ്മെൻസിൽ മരണപ്പെടുവാൻ സാധ്യതയുള്ള മറ്റൊരു ക്യാരക്ടർ പ്രൊഫസർ ചാൾസ് സേവിയർ. ഓൾറെഡി ഈ രണ്ട് ആക്ടേഴ്സും പ്രൊഫസർ എക്സ് ആയിട്ടുള്ള പാട്രിക് സ്റ്റുവേർട്ടും മാഗ്നീറ്റോ ആയിട്ടുള്ള ഇവാൻ മെക്കല്ലത്തിന്റെയും അവസാന മൂവി ഡൂംസ്ഡേ ആയിരിക്കുമെന്ന് പല ഇന്റർവ്യൂസിലൂടെ ഇവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. സോ ഡോക്ടർ ഡൂമുമായിട്ടുള്ള ഫൈറ്റിൽ ഇവർ രണ്ടുപേരും മരണപ്പെടുവാനാണ് സാധ്യതകളേറെ. അടുത്തത് സൈക്ലോപ്സ്. എന്തുകൊണ്ടാണ് സൈക്ലോപ്സിന് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് സീക്രട്ട് വാർസ് കോമിക്സ് എടുക്കുകയാണെങ്കിൽ ഫീനിക്സ് ഫോഴ്സ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള സൈക്ലോപ്സിനെ ഡോക്ടർ ഡൂം ഡിഫീറ്റ് ചെയ്യുന്നതായി കൃത്യമായിട്ട് തന്നെയാണ് കാണിച്ചിരുന്നത്. ആ ഒരു കോമിക് പാനൽ അതുപോലെ തന്നെ ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുവാൻ സാധ്യതകളുണ്ട്. ഇവർ മൂന്നുപേര് മാത്രമല്ല ബാക്കിയുള്ള എക്സ്മാൻ ടീമിലെ പല മെമ്പേഴ്സും നമ്മൾക്ക് പറഞ്ഞു തീർക്കാൻ പോലും കഴിയാത്ത അത്രയും തന്നെ ആൾക്കാർക്ക് ഈ ഒരു മൂവിയിൽ മരണം സംഭവിക്കാൻ. കാരണം എക്സ്മെൻ ടീംസിനെ തന്നെ ഇല്ലാതാക്കുവാൻ മാത്രം ശക്തമായിട്ടുള്ള സെന്റിനൽസ് റോബോട്ടിനെ ഡോക്ടർ ഡൂം കൺട്രോളിൽ എടുക്കുന്നതായിട്ടാണ് ഈ ലീക്കായി വന്നിട്ടുണ്ടായിരുന്ന ഡൂംസ്ഡേയുടെ സെക്കൻഡ് ട്രെയിലറിൽ നമ്മൾ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന MCUവിന്റെ ഫ്യൂച്ചറിൽ പുതിയൊരു എക്സ്മാനെയാണ് MCU മെയിൻലി ഫോക്കസ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവയെല്ലാം പറ്റി ഞാൻ പറയുന്നത്. മൂന്നാമതായി നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ മരണപ്പെടുവാൻ സാധ്യതയുള്ള ഡൂംസ്ഡേയിലെ ക്യാരക്ടർ എന്നത് ടോബി മെഗ്വയറിന്റെ സ്പൈഡർമാൻ. ലീക്കായി വന്നിരിക്കുന്ന റൂമറുകൾ പ്രകാരം എക്സ്മെൻ ആദ്യം തന്നെ നശിപ്പിക്കാൻ പോകുന്നത് ടോബി മെഗ്വയറുടെ യൂണിവേഴ്സ് ആണ് എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ടോബി മെഗ്വറി ഈ ഒരു മൂവിയിൽ ഉണ്ടാകുമെന്ന് സാന്റിയാഗോ കോമിക് കോണിലൂടെ ലീക്കായി വന്നിട്ടുണ്ടായിരുന്ന ഒരു അവഞ്ചേഴ്സ് ലോഗോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് തന്നെ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്നാൽ ഡോക്ടർ ഒക്ടോവിയസ് ഹെൽപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പുതിയ അയൺ സ്പൈഡർ സ്യൂട്ടിലായിരിക്കും ടോബി മെഗ്വറിയുടെ സ്പൈഡർമാൻ ഈ ഒരു ടൈമിൽ എക്സ്മെൻസുമായി ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്നും ടോബിയെ തടയാനേ അവിടെ വരുന്നത് വൂൾവറിനായിരിക്കുമെന്നുമാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മേ ബി ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കാം ഇവ വരിക. എനിവേ ഇതേ റൂമറിൽ പറയുന്ന മറ്റൊരു കാര്യം തന്നെയാണ് കംപ്ലീറ്റ്ലി ഈ ഒരു ക്യാരക്ടേഴ്സ് ഒന്നും മരണപ്പെടാതെ ഡൂംസ്ഡേക്ക് ശേഷമായി വരാനിരിക്കുന്ന സീക്രട്ട് വാർസിൽ ഡോക്ടർ ഡൂം അതായത് ഗോഡ് എംപയർ ഡൂമിനെ എതിർക്കാൻ വരുന്ന മെയിൻ ടീമിൽ തന്നെ ഈ ക്യാരക്ടേഴ്സ് എല്ലാം റിട്ടേൺ ചെയ്യുമെന്നും പറയുന്നുമുണ്ട്.
എന്തായാലും ഇനീഷ്യലി ഡൂംസ്ഡേയിൽ ഈ ക്യാരക്ടേഴ്സ് മരണപ്പെടുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പട്ടികയിൽ ഞാൻ ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാലാമതായി മരണപ്പെടുവാൻ സാധ്യതയുള്ള വളരെ വലിയൊരു ടീം തന്നെയാണ് ന്യൂ അവഞ്ചേഴ്സ്. ആക്ച്വലി ഇത് കേൾക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ മാർവൽ ഫാൻസും വളരെയധികം ഹാപ്പി ആയിട്ടുണ്ടാകും. കാരണം ഇതിൽ പല ക്യാരക്ടേഴ്സും ആൾക്കാർക്ക് ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ളതല്ല എന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു മൂവിയിൽ റെഡ് ഗാർഡിയൻ എനേല ബനോവയെ രക്ഷിക്കാൻ വേണ്ടി സ്വയം സാക്രിഫൈസ് ചെയ്യുമെന്നും അൺബീറ്റബിളും സൂപ്പർ സ്ട്രോങ്ങും വളരെയധികം പവർഫുള്ളും ആയിട്ടുള്ള സെൻട്രി ഗോഡംബെയർ ഡൂമിന്റെ പവേഴ്സ് കാണിക്കുവാൻ വേണ്ടി വോയിഡ് ആയിരിക്കുന്ന ടൈമിൽ തന്നെ ഡിഫീറ്റ് ആകുമെന്നുമാണ് ചില റൂമേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ മരണപ്പെടുവാനുള്ള മറ്റൊരു സാധ്യതയുള്ള ക്യാരക്ടർ ബക്കിയാണ്. ഓൾറെഡി ഇതുവരെയുള്ള മൂവീസിലൂടെ ബക്കി എന്ന ക്യാരക്ടറിന്റെ എന്റെ സ്റ്റോറി ലൈനും അവസാനിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് അതിനുള്ള സാധ്യതകളുള്ളത്. ക്യാപ്റ്റൻ അമേരിക്ക, അതായത് സ്റ്റീവ് റോജേഴ്സിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നീട് ഹോവാർഡ് സ്റ്റാർക്കിനെ കൊല്ലുകയും ക്യാപ്റ്റൻ അമേരിക്കയുമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുകയും ഒടുവിൽ അയൺമാനുമായി കൺഫ്രണ്ട് ചെയ്ത് ഇപ്പോൾ ന്യൂ അവഞ്ചേഴ്സിലെ തന്നെ ഒരു മെയിൻ മെമ്പറായി വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്യാരക്ടർ പോസിബിളി ഈ ഒരു മൂവിയിൽ മരണപ്പെടുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ന്യൂ അവഞ്ചേഴ്സ് ആർ ഓൾസോ നോട്ട് സേഫ് ഹിയർ. എനേല ബനോവ ഒഴികെയുള്ള ബാക്കിയുള്ള ടീം മെമ്പേഴ്സിൽ പലരും ചാകാം. അഞ്ചാമതായി മെയിൻലി ഈ ഒരു മൂവിയിൽ മരണപ്പെടുവാൻ സാധ്യതയുള്ളത് 2 പേർക്കാണ്, തോർ ആൻഡ് ലോക്കി. ഒരുമാതിരിപ്പെട്ട മാർവൽ ഫാൻസ് എല്ലാം തന്നെ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ലോക്കിയെ ഡിഫീറ്റ് ചെയ്ത് ലോക്കിയുടെ പവേഴ്സ് എടുത്തായിരിക്കാം ഡോക്ടർ ഡൂം ഗോഡംബെയർ ഡൂം ആകുന്നത് എന്നുള്ളതാണ്. ഇതിന് സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കുകയില്ല എങ്കിൽ തന്നെയും മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ ലോക്കിയെ രക്ഷിക്കാൻ വേണ്ടി തോർ തന്നെ സ്വയം സാക്രിഫൈസ് ചെയ്യുവാനും സാധ്യതകളേറെ. ഓൾറെഡി ഡോക്ടർ ഡൂമായിട്ട് 1-on-1 ഫൈറ്റ് ചെയ്യുന്ന തോറിനെ നമ്മൾ കണ്ടിരുന്നതാണ്. ആ ഒരു ഫൈറ്റിൽ ഡോക്ടർ ഡൂം എത്ര അധികം സുപ്പീരിയർ ആണെന്ന് ഒറ്റ ഷോട്ടിൽ കാണിച്ചു തരുന്നുമുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ഫൈറ്റിന് ശേഷം തോർ തന്റെ പവേഴ്സ് റീഗെയിൻ ചെയ്യുകയും പിന്നീട് ഒരു 1-on-1 ഫൈറ്റ് വീണ്ടും ഡോക്ടർ ഡൂമായിട്ട് ഉണ്ടാകുവാനും ചാൻസസ് ഉണ്ട്. പൊതുവെ ആ ഒരു രീതിയിൽ തന്നെയാണ് തോറിന്റെ ക്യാരക്ടറിനെ എപ്പോഴും MCU കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ മെയിൻ വില്ലന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുകയും പിന്നീട് പവർഫുൾ ആയിട്ട് വന്ന് അതേ വില്ലന് വളരെയധികം ടഫ്നെസ് കൊടുക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഈവൻ ഹെല, താനോസ് തുടങ്ങിയിട്ടുള്ള പല ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെ. ആറാമതായി അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലോ സീക്രട്ട് വാർസിലോ മരണപ്പെടുവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് ഷൂരി. തിച്ചാള ഇല്ലാത്തതുകൊണ്ട് മാത്രം ബ്ലാക്ക് പാന്തറായി വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്യാരക്ടറിന് സീക്രട്ട് വാർസ് കോമിക്സിലെ പോലെ തന്നെ ബ്ലാക്ക് പാന്തറിന്റെ അതേ ലെവലിലുള്ള സിഗ്നിഫിക്കൻസ് റോൾ തന്നെയായിരിക്കും ഡൂംസ്ഡേയിൽ ഉണ്ടാവുക. മാത്രമല്ല ഓൾറെഡി അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് പാന്തർ 3യിൽ പുതിയ ബ്ലാക്ക് പാന്തറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിന് ഒരു മെന്റോറായി ഷൂരി വരുമെന്നുള്ള പല അപ്ഡേഷൻസും ഉള്ളതുമാണ്. എന്നാൽ മോസ്റ്റ് പ്രോബബ്ലി തങ്ങളുടെ ഫ്യൂച്ചർ, അതായത് വക്കാണ്ടയുടെ ഫ്യൂച്ചറിന്റെ സംരക്ഷണയ്ക്കായി സ്വയം സാക്രിഫൈസ് ചെയ്യുന്ന ഷൂരിയെ നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി കാണാം. മേ ബി ഷൂരിയുടെ ബ്ലാക്ക് പാന്തർ വേർഷന്റെ മരണത്തിന് ശേഷമായിരിക്കാം പുതിയ ബ്ലാക്ക് പാന്തറിന്റെ ആവശ്യകത ഉണ്ടാകുന്നതും. ആ ഒരു വാക്വം ഫില്ല് ചെയ്യുവാനായി ടിച്ചാളയുടെ മകനായിട്ടുള്ള ജൂനിയർ ടിച്ചാള പുതിയ ബ്ലാക്ക് പാന്തറായി ഈ ഒരു മൂവിയിലൂടെ വരാനിരിക്കുന്നതും. ഏഴാമതായി ഈ ഒരു മൂവിയിൽ മരണപ്പെടുവാൻ സാധ്യതയുള്ള മറ്റൊരു ക്യാരക്ടർ തന്നെയാണ് ആൻഡ്മാൻ. ഓൾറെഡി ആദ്യമേ ലീക്കായി വന്നിട്ടുണ്ടായിരുന്ന അവഞ്ചേഴ്സ് കാങ് ഡൈനസ്റ്റിയുടെ, അതായത് ഓൾറെഡി ക്യാൻസൽ ചെയ്തു പോയിട്ടുണ്ടായിരുന്ന കാങ് ഡൈനസ്റ്റിയുടെ ലീക്കഡ് സ്ക്രിപ്റ്റിലെ മെയിൻ ക്യാരക്ടർ എത്തുന്നത് ആൻഡ്മാന്റെ തന്നെയാണ്. അതേ ത്രെഡ് തന്നെ ഈ ഒരു ഡൂംസ്ഡേയിലൂടെ കൊണ്ടുവന്ന് തന്റെ മകളെ രക്ഷിക്കുവാനായി ആൻഡ്മാൻ സ്വയം സാക്രിഫൈസ് ചെയ്യുന്ന രീതിയിൽ മൂവിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാവുന്നത് തന്നെ. ഇതുവരെ നമ്മൾ പറഞ്ഞത് മേജർ സൂപ്പർ ഹീറോസിന്റെ ക്യാരക്ടർ എത്താണ്. ഇനി വില്ലന്മാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദ കാങ് കൗൺസിൽ മൂവിയിൽ ഒരു എൻഡർ സീക്വൻസ് ആയി കാണിക്കുവാൻ സാധ്യതയില്ല എങ്കിൽ തന്നെയും ഈ ഒരു എൻഡർ കാങ് കൗൺസിലിനെയും ഡോക്ടർ ഡൂം എൻഡർലി ഇല്ലാതാക്കി എന്നുള്ള രീതിയിൽ കാണിക്കുവാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്. കാരണം ഓൾറെഡി ഇത്ര വലിയൊരു ത്രെഡിനെ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിനേക്കാളും വലിയൊരു ത്രെഡായി ഡോക്ടർ ഡൂമിൽ മാറണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചേ മതിയാവുകയുള്ളൂ. മാത്രമല്ല ജോനാഥൻ മേജേഴ്സിനെ ഒഫീഷ്യലി മാർവലിൽ നിന്ന് പുറത്താക്കി എന്നതുകൊണ്ട് തന്നെ വിഷ്വലി കാണിച്ചില്ലെങ്കിലും വെർബലി ഇതിനെപ്പറ്റിയുള്ള ഒരു മെൻഷനിങ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അടുത്തത് ഡോക്ടർ സ്ട്രേഞ്ച്. ഡോക്ടർ സ്ട്രേഞ്ചിനെ എന്താണ് വില്ലന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ഡോക്ടർ സ്ട്രേഞ്ച് അല്ല, മറിച്ച് ഡോക്ടർ ഡൂമിന്റെ വിശ്വസ്തനവരായിരിക്കുന്ന ബോറിസ് ക്രെല്ല. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പോകുന്നത് ബെനഡിക്ട് കംബർബാച്ചിന്റെ ഡോക്ടർ സ്ട്രേഞ്ച് തന്നെയായിരിക്കും. ഡാർക്ക് ഡൈമെൻഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഡോക്ടർ സ്ട്രേഞ്ചിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് MCUയിൽ ഒരൊറ്റ മൂവിയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബോറിസ് ക്രെല്ല എന്ന ഡോക്ടർ സ്ട്രേഞ്ചിന്റെ വിശ്വസ്തനായിട്ടുള്ള അസോസിയേറ്റ് ആയി ഈ ഒരു ക്യാരക്ടർ തന്നെ മാറി എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ലെറ്റ്വീരിയൻ വിച്ചസ് ആയി ഈ ഒരു മൂവിയിൽ വരാതിരിക്കുന്ന ക്യാരക്ടേഴ്സ് അത് ആരൊക്കെയാണെങ്കിലും അവർ മിക്കവാറും ഡോക്ടർ ഡൂം ഗോഡംബെയർ ഡൂം ആകുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാം തന്നെ മരണപ്പെടുവാനും ചാൻസസ് ഉണ്ട്. അതിനുശേഷമായി അവർ റിസറക്ട് ചെയ്ത് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് അത് മറ്റൊരു ചോദ്യം. എനിവേ ഡൂംസ്ഡേ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ ഡൂമിന്റെ വിശ്വസ്തനായിട്ടുള്ള ബോറിസ് ക്രെല്ലയും ലെറ്റ്വീരിയൻ വിച്ചസും മറ്റ് അവഞ്ചേഴ്സുമായിട്ടുള്ള ഫൈറ്റിൽ മരണപ്പെടുവാൻ സാധ്യതകൾ ഏറെ തന്നെയാണ്. ഇനി ഈ ഒരു മൂവിയിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തത് എന്നാലും ഒരു വിദൂര സാധ്യത നമുക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടർ ഡെത്ത് എന്നത് ഡോക്ടർ ഡൂമിന്റെ തന്നെയാണ്. മോസ്റ്റ് പ്രോബബ്ലി മാർവൽ ഇതൊരിക്കലും തന്നെ സംഭവിക്കുകയില്ല എങ്കിൽ തന്നെയും നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചേക്കാം എങ്ങനെ സംഭവിച്ചാലോ. എന്തായാലും ഈ ഒരു ക്യാരക്ടർ പൂർണ്ണമായും മരണപ്പെടുകയില്ല എങ്കിൽ തന്നെയും ജസ്റ്റ് ഒന്ന് മരിക്കുന്ന പോലെ കാണിച്ചതിന് ശേഷം പിന്നീട് റിസറക്ട് ചെയ്ത് വരുവാനും ചാൻസസ് ഉണ്ട്. എന്തായാലും വളരെയധികം ഹൈപ്പോടുകൂടി മാർവൽ ഫാൻസ് കാത്തിരിക്കുന്ന ഈ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ പ്രധാനപ്പെട്ട ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് മരണപ്പെടുവാൻ സാധ്യതയുള്ളത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായത്തോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഏതെങ്കിലും ക്യാരക്ടറിനെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയെ പറ്റി നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്.
കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ കൂടി ഞെക്കി തന്നാൽ കൂടുതൽ സന്തോഷം. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.